ഡ്രഗ്സ് യൂസ് ചെയ്യുന്നു, ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ പ്രഗ്നന്റ്. അതുകൊണ്ട് ഉമ്മയുടെ എന്റെ പുതിയ റൂമിലോട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോവാണ്. എല്ലാവർക്കും ഇപ്പോൾ കുറേ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയ നടക്കുന്നത്. അത് നമ്മുടെ കേരളത്തിൽ ഞെട്ടിക്കുന്ന വിഷയങ്ങൾ നടക്കുന്നുണ്ട്, അതേപോലെ തന്നെ കോമഡി ആക്കുന്ന വിഷയങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ നോക്കിയാൽ നമ്മുടെ ഗോപസ്വാമിയുടെ സമാധി നടക്കുന്നുണ്ട്, ബോച്ചയുടെ ഈ പറയുന്ന ഹണി റോസും തമ്മിലുള്ള വിഷയം നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എനിക്ക് വളരെയേറെ ചർച്ച ചെയ്യപ്പെടണം എന്ന് ചിന്തിച്ചൊരു കാര്യമായിരുന്നു മലപ്പുറത്ത് ഒരു 19-കാരി നവവധുവിന്റെ ആത്മഹത്യ. കാരണം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ ഈ പറയുന്ന പെൺകുട്ടിയുടെ നിറത്തെ പറ്റിയും വിദ്യാഭ്യാസത്തെ പറ്റിയൊക്കെ ഉള്ള വളരെയേറെ ആ പെൺകുട്ടി അപമാനിച്ചിട്ട് ആ അപമാനം താങ്ങാൻ കഴിയാതെയായിട്ടാണ് ആത്മഹത്യ ചെയ്തതെന്നൊക്കെ പറയുന്നത്. ഈ വിഷയമൊക്കെ വളരെയേറെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. അതിനിടയിൽ പിന്നെ നോക്കിയപ്പോൾ സോഷ്യൽ മീഡിയയിൽ മറ്റൊരു വിഷയം കൂടി നടക്കുന്നുണ്ട്. ഫസ്മിന ജാക്കിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും മനസ്സിലായിട്ടുണ്ടാകും, അതൊരു സെലിബ്രിറ്റിയാണ്. കുറെ കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം നമുക്ക് വേണമെങ്കിൽ തൊപ്പിയെ പിടിക്കാം. കാരണം തൊപ്പിയുടെ എക്സ് ലവർ ആയിരുന്നു ഈ ഫസ്മിന ജാക്കിർ. കുറച്ച് നാളുകൾ മുമ്പൊക്കെ ഈ പറയുന്ന പേരിൽ ഇവർ നല്ല രീതിയിൽ തന്നെ അറിയപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, അല്ലാതെ ഞാൻ തൊപ്പിനെ ഇത് വലിച്ചിടണമെന്നൊന്നും വിചാരിച്ചൊന്നുമില്ല. ഇനി വിഷയത്തിലേക്ക് അടക്കാം. ഈ പറയുന്ന ഫസ്മിനെയും അതേപോലെ തന്നെ റൂമിൽ താമസിക്കുന്ന അസ്മിനെയും തമ്മിൽ ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന ഫസ്മിന ഈ പറയുന്ന പെൺകുട്ടി ഗർഭിണിയാണ് എന്നൊക്കെ പറഞ്ഞൊരു വിഷയം നടക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞിട്ടില്ല, എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല എന്നിരിക്കെ തന്നെ ഒരു പെൺകുട്ടി ഗർഭിണിയാണ് എന്നുള്ള വിഷയം നടക്കുന്നുണ്ട്. കുറെ പേര് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതൊന്നും റെലവെന്റ് ആയ ഒരു വിഷയമല്ല. ആർക്ക് വേണമെങ്കിൽ ഗർഭിണിയാവും, ആർക്ക് വേണമെങ്കിലും പ്രഗ്നന്റ് ആവും, പ്രസവിക്കാം, എത്ര കുട്ടിക്ക് അമ്മയാവും, അതും ഒരു വിഷയമല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ വിഷയം എടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായതുകൊണ്ടും ഈ വിഷയം കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ടും മാത്രമാണ് ഈ വിഷയം എടുത്തത്. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ പുറത്തൊക്കെ പഠിക്കാൻ പോകുന്ന മക്കളുള്ള മാതാപിതാക്കൾ, എനിക്കൊരു പെങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ഈ വിഷയം കൂടെ സംസാരിക്കുന്നത്. മാതാപിതാക്കൾ എത്രയൊക്കെ ഫ്രീഡം മക്കൾ കൊടുത്താലും അവരുടെ പട്ടത്തിന്റെ ചിരട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന് ഉദാഹരണമായിട്ട് വേണമെങ്കിൽ ഈ വിഷയം നിങ്ങൾക്ക് എടുക്കാം. ഇനി വിഷയം എന്താണ് സംസാരിക്കുന്നതിനേക്കാൾ മുമ്പ് ഈ ഫസ്മിനെയും അസ്മിനയുടെ ഉമ്മയും തമ്മിലുള്ളൊരു ഫോൺ കോൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്നാൽ മാത്രമേ ഇതിനെ തുടർന്ന് സംസാരിക്കാൻ പറ്റുള്ളൂ. കേട്ടോക്ക്. എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ പ്രഗ്നന്റ്. അതുകൊണ്ട് ഇപ്പൊ എന്താ വേണം? അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. നിനക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് പറഞ്ഞാൽ മതി. പറഞ്ഞ മനസ്സിലായാ? നിന്നെ പോലത്തെ ഒരു പെണ്ണല്ലായിരുന്നു അവള്. എന്റെ കാലും കയ്യൊന്നും നീ പിടിക്കുകയൊന്നും വേണ്ട. നീ എന്റെ കാലും, നിന്നെ പോലത്തെ ഒരു പെങ്കൊച്ചല്ലായിരുന്നു അത്. നിനക്ക് ഇത്രയും ദിവസം ബോധോദയം ഉണ്ടായില്ലേ? നീ എന്നെ പറ്റി എന്താണ് ഈ കരുതിയത്? എന്റെ മോള് നിന്റെ കൂടെ വന്നപ്പോ ഞാൻ അഴിച്ചു വിട്ടിരിക്കണം നീ വിചാരിച്ചായിരുന്നാ? നിന്നെ പോലെ അഴിച്ചു വിട്ടിരിക്കണമെന്ന് വിചാരിച്ചായിരുന്നാ? നിന്റെ വീട്ടിലെ എന്റെ ആങ്ങളമാര് പോവാഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് അറിയാമോ? നിന്നെ പിന്നെ നാടനില്ലാതെ ഏരിയ മൊത്തം അഴിച്ചു വിട്ടിരിക്കണം ആ നാട്ടുകാർ മൊത്തവും പറഞ്ഞ്. അതുകൊണ്ടാ നീ നാളെ പോലീസ് സ്റ്റേഷനിൽ വന്ന് അവരോട് സിയോട് സംസാരിച്ചാൽ മതി. നീ എന്നോട് സംസാരിക്കാനായിട്ട് നിൽക്കണ്ട. നീ ഇനി എന്റെ മോളെ ഫോണിൽ വിളിക്കരുത്. നീ ഇനി വിളിക്കരുത്. വിളിച്ചു കഴിഞ്ഞാൽ വേറെ പ്രശ്നം അതായിരിക്കും. പറഞ്ഞ മനസ്സിലായ? നീ ഇനി വിളിക്കരുത്. അസ്മിനയുടെ ഉമ്മയാണ് ഫസ്മിനോട് ഇത് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ പറയുന്ന ഫസ്മിനയുടെ ലവറും അസ്മിനെ തമ്മിൽ ചില കയ്യേറ്റങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ തുടർന്നിട്ട് എന്തെങ്കിലും ഈ പറഞ്ഞ അസ്മിന എന്നിട്ട് കേസ് കൊടുത്തു. റേപ്പ് അറ്റംപ്റ്റ് ഒക്കെയാണ് കേസായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ പേരിൽ ആ കേസിൽ നിന്ന് ഒഴിയണമെന്നും അതേപോലെ തന്നെ ജാമ്യം കിട്ടണമെങ്കിൽ ഈ പറയുന്ന കേസ് വിഡ്രോ ചെയ്യണം. അപ്പം അങ്ങനെ ചെയ്യണമെന്നും പറഞ്ഞിട്ടാണ് ഈ ഫസ്മിന കാല് പിടിക്കുന്നത്. ഞാൻ ഗർഭിണിയാണ്, എൻ്റെ കൊച്ചിന് അച്ഛനില്ലാണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കാല് പിടിക്കുന്നതാണ് ഈ കേൾക്കുന്നത്. എന്താണ് വിഷയം, എന്താണ് അസ്മിനക്ക് സംഭവിച്ചതെന്നുള്ള അസ്മിന പറയുന്നുണ്ട്. നമുക്കത് കേട്ട് നോക്കാം. കാരണം ഈ വിഷയം നമ്മൾ ഈ ഒന്നൊന്നായിട്ട് സംസാരിച്ചാൽ മാത്രമേ കൃത്യമായിട്ട് മനസ്സിലാവൂ. അതിനു മുമ്പ് ഈ പറയുന്ന അസ്മിനയുടെ ഉമ്മ പറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. നിന്റെ പോലെ അല്ല എൻ്റെ മകളെ വളർത്തുന്നത്, നിന്റെ പോലെ അഴിഞ്ഞാടാൻ ഞാൻ എൻ്റെ മകളെ വിട്ടുന്ന് നീ വിചാരിക്കരുത്. അതേപോലെ തന്നെ ഈ പറയുന്ന ഫസ്മിനാനെ കുടുംബക്കാരൊക്കെ ഇങ്ങനെ തള്ളിക്കളഞ്ഞേക്കണം. കാരണം ഒരു അഴിഞ്ഞാട്ടക്കാരിയാണെന്നാണ് ഇതിൽ പറഞ്ഞു വെക്കുന്നത്. അപ്പം അങ്ങനെയാണ്, അല്ല ഞങ്ങളുടെ കുടുംബം അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ ഡീസൻ്റ് ആണ് എന്ന രീതിയിലാണ് ഈ പറയുന്ന അസ്മിനയുടെ ഉമ്മ അവിടെ പറയുന്നത്. ഈ കാര്യം നിങ്ങളൊന്ന് മൈൻഡ് വെക്കണം. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഫസ്മിന ഒരു വീഡിയോ ചെയ്തതായി കാണാൻ കഴിഞ്ഞു. അതിൽ ഈ പറയുന്ന അസ്മിനയുടെ ഉമ്മയുടെയും ചരിത്രം പറയുന്നുണ്ട്. അത് ഞാൻ എന്തായാലും വെച്ചിരിക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കാലിലെ വലിയൊരു മന്ത് ചെളി പൂത്തിയിട്ട് ചെറിയൊരു ഞൊണ്ടനെ കയറിയിട്ട് ഞൊണ്ടാന്ന് വിളിച്ച് കളിയാക്കുന്നു. അത്ര നല്ല കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇതിൽ സത്യാവസ്ഥ എന്താണെന്നൊന്നും എനിക്കറിയില്ല. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ കാണുന്ന വിഷയമാണ് സംസാരിക്കുന്നത്. ഇനി ഈ പറയുന്ന അസ്മിന ഈ ഫസ്മിനയുടെ ലവറിൽ നിന്നും ഉണ്ടായ ഇത് എന്താണ് എന്ന് പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇന്നലെ ഞാൻ ഫസ്മിനയുടെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാരും ചോദിച്ച് നല്ല മെസ്സേജ് അയപ്പായിരുന്നു, എന്താ പ്രശ്നം, എന്താ. എനിക്കത് അപ്പൊ എല്ലാവർക്കും ഞാൻ റിപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അതെന്താന്ന് വെച്ചാ ഈ ഫസ്മിനയുടെ ബോയ്ഫ്രണ്ട്, ഇപ്പോഴത്തെ ബോയ്ഫ്രണ്ട് എന്നെ തല്ലിയിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ഉപദ്രവിച്ച് തന്നെ. എന്റെ ദേഹത്ത് ഫുള്ള് നല്ല പാടാക്കി നല്ലതുപോലെ ഉപദ്രവിച്ച്.
എന്നിട്ട് ഞാൻ എന്റെ ബോഡി ഫുള്ള് ഞാൻ എന്റെ അമ്മേനെയും ഡോക്ടറിനെയും കാണിച്ചപ്പോൾ ഡോക്ടേഴ്സും അവരൊക്കെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ തന്ന് ഞങ്ങളോണ്ട് കേസ് കൊടുത്തു. അപ്പൊ കേസൊന്നും ആയില്ല. അത് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഹണി അവള് ശരിക്കുമുള്ള രാഖി എന്നാണ്. അപ്പൊ ഈ പെണ്ണാണെങ്കിൽ അവള് എന്റെ കൂടെയാ, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. അവള് പെട്ടെന്ന് മൊഴി മാറ്റി പറഞ്ഞു. അവള് എല്ലാരോടും പറഞ്ഞതാണ് ഹസ്മിനെ അടിച്ചത് അവള് കണ്ടതാണ്, അവള് ഉണ്ടായിരുന്നു കൂടെയെന്ന്. അന്ന് അവിടെ ഹസ്മിന, രാഖി, അജു, ഷിബിലി ഞാനെയും കൂടി 5 പേരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവനെ തല്ലാനുള്ള കാരണം ഞാൻ ഹസ്മിനോട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവൻ എന്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു നിനക്ക് വീഡിയോ എടുക്കാൻ ഒരു ആവശ്യമില്ല ഷിബിലി എന്ന് പറഞ്ഞു. ഞാൻ അവനെ തല്ലി കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ റൂമിലോട്ട് നടന്നു പോയപ്പോഴത്തേ ഇവൻ ബാക്കിൽ നിന്ന് വന്നിട്ട് ഡോർ ക്ലോസ് ചെയ്തിട്ട് നന്നായിട്ട് ഉപദ്രവിച്ചു തന്നെ, നല്ലപോലെ ഉപദ്രവിച്ചു. എന്റെ ദേഹത്തൊക്കെ അവിടെ ഇവിടെയൊക്കെ കയറി പിടിക്കുകയും ബോഡി ഫുള്ള് നല്ല പാടാക്കി അവൻ പോലെയൊക്കെ ഇങ്ങനെയൊക്കെ ആക്കി തന്നെ. എന്നിട്ട് ബാഗൊക്കെ എടുത്ത് തലയിലടിച്ച് പിന്നെ വയറ്റിലൊക്കെ ചവിട്ടിയിട്ടുണ്ടായിരുന്നു അവൻ. വയറ്റി ചവിട്ടിയും കുറെ ഉപദ്രവിച്ചു, ചെയ്യാനായിട്ട് ഒന്നുമില്ല അവൻ. എന്നിട്ട് ഞാൻ കൊണ്ട് കേസ് കൊടുത്തപ്പോഴാണ് ഇങ്ങനെ ആയത്. അവനെ വെറുതെ വിട്ട, ഹണി കാരണം അവനെ വെറുതെ വിട്ട്. അത്രയ്ക്കിനെ അവളെ വിശ്വസിച്ചു. അവളെ ഉണ്ടായിരുന്നോളൂ അവിടെ സാക്ഷിയായിട്ട്. എന്നിട്ട് അവള് മൊഴി മാറ്റി പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ ഫസ്മിന് പറയണെന്ന് വെച്ചാൽ ഇന്നലെ എന്നെ വിളിച്ച് കുറെ പറഞ്ഞു, നിന്നെ ഞാൻ ഒന്നും ചെയ്തില്ല, അത് ഇത് നീ വേറെ ആരെ വോയിസ് അവനെടുത്ത് ഇട്ടിരിക്കണം. ഒരിക്കലും ഇല്ല, എനിക്ക് എന്റെ ഒരു ആവശ്യമില്ല. അത് അവള് തന്നെയാണ്. അവളെ വോയിസ് ആയിട്ട് എല്ലാവർക്കും അറിയാലോ. ഫസ്മിനയുടെ വോയിസ് ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ പിന്നെ ഈ പറയുന്ന പോലെ അസ്മിന പറയണ്ടല്ലോ. പിന്നെ അസ്മിന പറഞ്ഞത് വെച്ച് നോക്കിയാൽ റേപ്പ് അറ്റംപ്റ്റ് മാത്രമല്ല, അവിടെ കൊലപാതക ശ്രമം വരെയാണ് നടക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ വെയിറ്റോത്തൊക്കെ ചവിട്ടുന്ന സമയത്ത് വല്ല മർമ്മൊക്കെ മാറിപ്പോയി ഈ പെണ്ണ് ചത്തുപോയനില്ലേ. അപ്പൊ ഇത്രയും വലിയ ക്രൂരതയാണ് ഈ പറയുന്ന ഫസ്മിനയുടെ ലവർ ചെയ്തത്. ഇനി ഫസ്മിന ഈ പറയുന്ന അസ്മിനാനെ വിളിച്ച് സംസാരിക്കുന്ന കേട്ടാലും ഈ പറയുന്ന ഫസ്മിന പറഞ്ഞത് സത്യമാണെന്ന് നമുക്ക് തോന്നും. കാരണം നമുക്ക് അതും കൂടി കേട്ടു നോക്കാം. എന്തുകൊണ്ടാ കിട്ടാത്തെ? എനിക്കറിയില്ല. ഞാൻ എന്നെ തല്ലിനല്ലേ കേസ് കൊടുത്തേ, ഉപദ്രവിച്ചേ. അണിയാണ് എനിക്ക് പാടൊക്കെ കാണിച്ചു തന്നെ. എനിക്കറിയില്ല ഇതിന്റെ ബോഡിയിൽ പാടുണ്ടെന്ന്. പിന്നെ ഞാൻ റൂമിൽ നിന്ന് ഡ്രസ്സൊക്കെ മാറ്റിയാൽ ബോഡി ഫുള്ളും പാടാക്കിയേക്കും. അവൻ എന്നെ ചെയ്യാത്ത ഒന്നുമില്ല വസി. അവൻ എന്റെ വയറ്റിലൊക്കെ ചവിട്ടിയായിരുന്നു. എന്റെ പൊന്നുമോളെ എന്റെ അച്ഛനെ വളർത്തിയിട്ട് പറഞ്ഞു. ഒരിക്കലും അച്ഛൻ കള്ളസത്യം ഇടാറില്ല എന്റെ അച്ഛനെ വെച്ച്. എന്നെ എന്താ എന്തോ ഞാനിപ്പോ ഇരുന്ന് ആലോചിക്കുക. ഓക്കെ നീ പക്ഷെ നിന്റെ ലൈഫ് പോകും. നീ അവനെ കെട്ടുവാണെങ്കിൽ നിന്റെ ലൈഫ് ഉറപ്പായിട്ടും പോകും. എനിക്ക് ഇതിനടുത്ത് അത്രേ പറയാം. അത് ഓക്കെ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം പറ. ഓക്കെ എനിക്ക് അവിടെ അത്ര ദേഷ്യമുണ്ട്. കാരണം അവനെ നന്നായിട്ട് ഉപദ്രവിച്ച്. അവൻ ഒരിക്കലും ഒരാളിന്റെ മേത്ത് കൈവയ്ക്കാൻ ധൈര്യമില്ല. അതിനവൻ പൊങ്ങത്തില്ലാന്ന് എനിക്കറിയാം. ഒരു പെണ്ണ് ഞാൻ നന്നായിട്ട് തല്ലും. അങ്ങനത്തെ മരുന്നാണ് അവൻ. ഒരു പെണ്ണ് നിന്നെ അവൻ നല്ല രീതിക്ക് ഉപദ്രവിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എടേ നീ പ്രഗ്നന്റ് ആണ് ഓക്കെ, പക്ഷെ അഞ്ചാഴ്ചയായി പെട്ടെന്ന് എൻഗേജ്മെന്റ് കഴിഞ്ഞ് കല്യാണമൊക്കെ നടത്തിയില്ലെന്നുണ്ടെങ്കിൽ ഇനി കൊച്ചിനെ ഈ പറയുന്ന സാക്ഷിയായിട്ട് ഒപ്പിടിയിപ്പിക്കേണ്ടി വരും. എന്തായാലും എൻഗേജ്മെന്റിന് മുമ്പ് തന്നെ കയ്യിലൊരു ട്രോഫി വരുമെന്ന് ഉറപ്പായിട്ടുണ്ട്, അല്ലെങ്കിൽ ട്രോഫി കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മൾ ഈ പറയുന്ന സദാചാരം ഒന്നും കളിക്കാത്തതുകൊണ്ട് തന്നെ ഈ വിഷയത്തെക്കുറിച്ചൊന്നും നമ്മൾ സംസാരിക്കുന്നില്ല. പക്ഷേ ഇവിടെ ഫസ്മിന പറയുന്നുണ്ട് ജാമ്യം കിട്ടൂല എന്നാണ് വക്കീൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിനു മുമ്പ് ഹണി ഈ പറയുന്ന അസ്മിനയുടെ കൂടെയാണ് നിന്നിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം അതുകൊണ്ടായിരിക്കുമല്ലോ ജാമ്യം കിട്ടൂല എന്ന് വക്കീൽ പറഞ്ഞത്. അല്ലായിരുന്നെങ്കിൽ നേരത്തെ വക്കീൽ ഒരിക്കലും ജാമ്യം കിട്ടില്ല എന്ന് പറയൂലായിരുന്നു. ഇനി വിഷയത്തിലേക്ക് വരാം. ആദ്യം തന്നെ നമ്മൾ ഒരു വോയിസ് കേട്ടില്ലേ, ആര് ഈ അസ്മിനയുടെ ഉമ്മയും ഫസ്മിനയും തമ്മിൽ. അപ്പൊ കൊലസ്ത്രീ ഈ ബന്ധത്തെ കുറിച്ച് പറഞ്ഞിട്ടല്ലേ ഞാനും എൻ്റെ മകളും പറഞ്ഞത് വെച്ച് മനസ്സിലാക്കണം. ഞാനും എൻ്റെ മകളും എൻ്റെ കുടുംബത്തിൻ്റെയും നാടിൻ്റെയും നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും ഒക്കെ മാനത്തിനും അഭിമാനത്തിനും വേണ്ടി ജീവിക്കുന്നതാണ് എന്ന രീതിയിലാണ് പറഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഫസ്മിന ഒരു വീഡിയോ ചെയ്തപ്പോൾ ഫസ്മിന കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവരുടെ കുടുംബ മഹിമയെക്കുറിച്ചാണോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള സ്ത്രീകളുടെ മഹിമയെക്കുറിച്ചാണോ എന്ന് എനിക്കറിയില്ല. എന്നിരുന്നാൽ പോലും അതൊന്നും നമുക്ക് കേട്ട് നോക്കാം. പറഞ്ഞൊരു സ്റ്റോറി ഉണ്ട്.
ലൈക്ക് ഇവളുടെ അമ്മ ഒരു ബാറിന് സെക്ഷൽ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് ഇവള് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം, എനിക്കറിയത്തില്ല. ഞാൻ അതുകൊണ്ടാണ് പബ്ലിക്കലി ഇത് പറയുന്നത്. ഇവളുടെ അമ്മ ഇങ്ങനെ വർക്ക് ചെയ്യുന്നതാണ്, അമ്മയുടെ കൂടെ നിൽക്കാൻ താല്പര്യമില്ല. മാത്രമല്ല ഇവളുടെ സ്വന്തം അമ്മ ഇവളെ ഡൽഹിയിൽ കൊണ്ട് വിറ്റിട്ട് ഇവൾ ഓടി രക്ഷപ്പെട്ട് ഇവിടെ വന്നതെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. പിന്നെ രണ്ടാനച്ഛൻ ഇവളുടെ അടുത്ത് മോശമായിട്ട് പെരുമാറി, അതിൻ്റെ മേത്ത് പാടും ഇതൊക്കെ കാണിച്ചായിരുന്നു. അങ്ങനെ ഒരു സ്റ്റോറി ഇറക്കിയിട്ടാണ് എനിക്ക് പാവം തോന്നിയിട്ടാണ് ഞാൻ കൂടെ താമസിപ്പിച്ചത്. അല്ലാണ്ട് വേറെ ഒരു ഇതുമില്ല. അവളുടെ കയ്യിൽ പൈസ ഇല്ലെന്ന് എനിക്കറിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പൈസക്ക് അധികം ഫോഴ്സ് ചെയ്യാണ്ടിരുന്നത്. അച്ഛനത്തോട് സത്യം ഇടാത്തതിൻ്റെ കാരണം, അച്ഛനത്തോട് കള്ളസത്യം ഒന്നും ഇടാത്തതിൻ്റെ കാരണം അച്ഛനില്ല. അമ്മയുടെ എന്താണെന്നുള്ള ഇപ്പോൾ ഫസ്മിന ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ഫസ്മിന മാത്രമല്ല കേട്ടോ, ഇത് ഫസ്മിന വേറൊരു സുഹൃത്തിനെ, ഈ പറഞ്ഞ അസ്മിന മുമ്പ് താമസിച്ചിരുന്ന ഒരു വീട്ടിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടി, അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ വീട്ടിലാണ് അസ്മിന പോയി താമസിച്ചത്. ആ പെൺകുട്ടിയും ഈ വിഷയത്തെക്കുറിച്ചും അല്ലെങ്കിൽ അമ്മയുടെ ഈ പറയുന്ന സ്വഭാവ ദൂഷ്യം എന്ന് തന്നെ പറയാം, അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഫസ്മിന മാത്രമല്ല പറഞ്ഞേക്കാം, മറ്റൊരാളും പറയുന്നത് നമുക്ക് കേൾക്കാം. ഇനി സത്യമോ കള്ളമോ എന്തായാലും അസ്മിന വന്നിട്ട് അതിൻ്റെ സത്യങ്ങൾ പറയട്ടെ. അസ്മിന പറഞ്ഞു എന്ന് പറഞ്ഞാണല്ലോ ഫസ്മിന പറയുന്നത്. ഇനി എന്താണ് വിഷയം എന്ന് ചോദിച്ചാൽ ഇത്രേ ഉള്ളൂ. കൊച്ചിയിലാണ് ഇവർ താമസിക്കുന്നത്. അപ്പം കഥ പോകുന്നത് നേരെ കൊച്ചിയിലേക്കാണ്. ഫസ്മിന ആദ്യം താമസിച്ചിരുന്ന സ്ഥലത്തുണ്ടായിരുന്ന കൂടെ താമസിച്ചിരുന്ന പെൺകുട്ടികൾ അല്ലെങ്കിൽ ലേഡീസ്, സ്പായിൽ അല്ലെങ്കിൽ മസാജ് സെൻ്ററിലൊക്കെ ജോലി ചെയ്യുന്ന അത്ര നല്ല സ്വഭാവമില്ലാത്ത ലേഡീസ് ആയതുകൊണ്ട് തന്നെ ഈ ഫസ്മിന അവിടെ നിന്ന് മാറുന്നു, വേറൊരു സ്ഥലത്ത് റൂം എടുത്ത് താമസിക്കാൻ നിൽക്കുന്നു. അപ്പം അവിടെ കൂടെ റൂംമേറ്റ് ആയിട്ട് ആരെങ്കിലുമൊക്കെ താല്പര്യമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി സ്റ്റോറി ഇടുന്നു. ആ സ്റ്റോറി കണ്ടിട്ട് ഈ പറഞ്ഞ ഫസ്മിനാനെ അസ്മിന കോണ്ടാക്ട് ചെയ്യുന്നു. 2 ആഴ്ചക്കുള്ളിൽ അസ്മിന അങ്ങോട്ട് ചെല്ലുന്നു. അസ്മിനയുടെ കൂടെ വാലായിട്ട് ചെന്നാണ് ഹണി എന്ന് പറയുന്ന ആൾ. ഇപ്പം ഹണിയാണ് ട്രാപ്പിലാക്കിയിരിക്കുന്നത്. അതെന്തോ ഹണി ട്രാപ്പോ എന്തോ ആവട്ടെ, ഈ ഹണിയും കൂടെ ചെന്നിട്ടുണ്ട്. അങ്ങനെ 2 പേരും ഒരുമിച്ച്, അങ്ങനെ അവരുടെ കൂടെ വേറെ 2-3 പേരും കൂടി ഉണ്ടായിരുന്നു. ടോട്ടൽ 5 പേരാ 4 പേരെന്തോ ആ റൂമിൽ ഉണ്ടായിരുന്നു. അതിൽ ഈ പറയുന്ന അസ്മിന മാത്രമാണ് ഒന്നിന് പൈസ കൊടുക്കാത്തത്. റെന്റും കൊടുക്കൂല, ഒന്നും കൊടുക്കൂല. എന്തിനേറെ ഈ പറയുന്ന അസ്മിനയുടെ 2 മാസത്തെ റെന്റ് ഹണിയാണ് കൊടുത്തതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന അസ്മിനയുടെ ഉമ്മ ലൈവ് വന്നിട്ട് പറയേണ്ടത് എൻ്റെ മോളുടെ ഐഫോൺ വരെ വിറ്റിട്ടാണ് റെന്റ് കൊടുത്തതെന്നൊക്കെ പറയേണ്ടത്. അതെന്തോ മേ ബി അറിയില്ല, ആ വോയിസ് നമുക്ക് പിന്നെ കേൾക്കാം. എന്നിരുന്നാൽ പോലും ഇവരൊരുമിച്ച് താമസിക്കുന്നു. ആ സമയത്ത് എന്താണ് സംഭവിച്ചത്, എന്താണ് ഈ പ്രശ്നത്തിനൊക്കെ കാരണം, അത് ഫസ്മീന തന്നെ പറയട്ടെ. നമുക്ക് ഫസ്മീന പറയുന്നത് കേട്ട് നോക്കാം. ബോയ് ഫ്രണ്ട് ഓക്കെ, ഞാൻ റെന്റ് തരാത്ത ടൈമിൽ ഈ സംഭവം നടക്കുന്ന ടൈമിൽ ഇവിടെ ഉണ്ട് ഓക്കെ. അപ്പോൾ റെന്റ് തരാത്ത ടൈമിൽ ഞാൻ രാത്രി വീട്ടിൽ ചെന്നു. അവളുടെ അടുത്ത് ഞാൻ കാര്യം പറഞ്ഞു, ഞാൻ റൂം ഒഴിയുവാണ്, വീട് ഒഴിയുവാണ്, അപ്പോൾ നിങ്ങൾ റെന്റ് തരണമെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു റെന്റ് തരാൻ സൗകര്യം ഇല്ലാന്ന്. റെന്റ് തരാൻ സൗകര്യം ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇവള് ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ അവൾക്ക് വേണം ഇപ്പം ഈ വീഡിയോയിൽ ഞാൻ ചലഞ്ച് ചെയ്യാണ്. അവൾ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്ത് അവളുടെ ബോഡിയിൽ ഡ്രഗ്സ് ഇല്ലെന്ന് പറഞ്ഞാൽ അവൾ പറയുന്ന സംഭവം ഞാൻ ചെയ്യാം. കാരണം അവൾ യൂസ് ചെയ്യുന്ന കാര്യം എനിക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ലൈവായിട്ട് അവളെ ചലഞ്ച് ചെയ്യുക. അവൾക്ക് ഇങ്ങനെ ഒരു സംഭവം അവൾ ചെയ്യുന്നില്ലെങ്കിൽ ഓക്കെ ഞാൻ സമ്മതിക്കാം. അവൾ പറയുന്ന എല്ലാ കാര്യം ഞാൻ സമ്മതിക്കാൻ റെഡിയാണ്. അവൾ അതിൻ്റെ സംഭവം ഉണ്ടെന്ന് അറിയുന്നതുകൊണ്ടാണ് അവളോട് റൂമിൽ അങ്ങനത്തെ സംഭവം ചെയ്യാൻ പറ്റത്തില്ല, റൂമിൽ നിന്ന് ഒഴിയണമെന്ന് പറയാനൊരു മെയിൻ റീസൺ. കാരണം ഇവിടെ പോലീസ് ഫുള്ള് റെയ്ഡ് വരുന്ന കാര്യങ്ങൾ ഇതെല്ലാം അവർക്കറിയാം. അപ്പം എന്തെങ്കിലും സീൻ വന്നാൽ എൻ്റെ പേരിലേക്ക് വരും, ഞങ്ങൾക്ക് എല്ലാവർക്കും സീൻ വരും. അതുകൊണ്ടാണ് അവളോട് മെയിനായിട്ട് ഞാൻ പറഞ്ഞ ആ സംഭവം നടക്കത്തില്ല, നീ പുറത്തുനിന്ന് എന്താണെന്ന് വെച്ചാൽ ചെയ്തു, പക്ഷേ റൂമിൻ്റെ ഉള്ളിൽ എനിക്ക് ബാധിക്കുന്ന രീതി ഞങ്ങൾക്ക് ആർക്കും ബാധിക്കുന്ന രീതി പറ്റത്തില്ല ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ സംഭവം നടക്കുന്ന ദിവസം ഇതുപോലെ റൂമിലോട്ട് ഞാൻ പോയി റെന്റ് ചോദിച്ചു. റെന്റ് തരാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞു. പിന്നെ അവളുടെ റെന്റ് കഴിഞ്ഞ മാസത്തെ അത് കഴിഞ്ഞിട്ടുള്ള മാസം, അതായത് ഡിസംബറിൽ മാസത്തെ റെന്റും ഹണിയാണ് തന്നത്. ഹണിയുടെ വീട്ടിൽ നിന്ന് ഹണി ചോദിച്ചിട്ടാണ് അവളുടെ റെന്റും കൂടെ ചേർത്ത് തന്നത്. അവളിപ്പോൾ പറയുന്നുണ്ട് അവളുടെ ഒരു ഐഫോൺ ഉണ്ടായിരുന്നു, അതെന്തിനു അതൊക്കെ പോട്ടെ, ഐഫോണൊക്കെ വിറ്റ് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഡ്രഗ്സ്. ഈ പറയുന്ന മയക്കുമരുന്ന് ഇവർക്ക് എവിടെ നിന്ന് കിട്ടി? അവൾ മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന ഫ്ലാറ്റിലുള്ള മറ്റാരെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് അറിഞ്ഞിട്ട് എന്തുകൊണ്ട് ഇവരത് അതിൻ്റേതായ നടപടികൾ എടുത്തില്ല? ഇനി ഇവരല്ലാതെ മറ്റാരൊക്കെ യൂസ് ചെയ്യുന്നു, ഇവർക്ക് ആരാണ് ഈ സാധനം എത്തിച്ചു കൊടുക്കുന്നത്? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ചോദിക്കാനും പറയാനൊക്കെ ആയിട്ട്. ഇതൊന്നും നമ്മുടെ ഗവൺമെൻറ് അല്ലെങ്കിൽ പോലീസ് ഒന്നും കാണുന്നില്ലേ? ഇടയ്ക്കിടയ്ക്കൊരു പോസ്റ്റർ കാണാൻ ആ പോലീസുകാരൊക്കെ ഞങ്ങൾ നിങ്ങളുടെ വാട്സപ്പ് പോലും ഞങ്ങളുടെ നിരീക്ഷണത്തിലാണെന്നൊക്കെ. നിങ്ങൾ വാട്സപ്പൊക്കെ നിരീക്ഷിക്കുന്നൊക്കെ പോട്ടെ, ഇതുപോലെയുള്ള വീഡിയോയിലൊക്കെ ഇവർ തന്നെ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ഡ്രഗ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. എനിക്ക് ചിലപ്പോൾ വായിൽ അതിൻ്റെ വാക്ക് വരുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഡ്രസ്സ് എന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ സോറി ക്ഷമിക്കുക. എന്തായാലും പോലും ഈ ലഹരി മരുന്നുകൾ മയക്കുമരുന്നുകൾ ഈ പറയുന്ന ലേഡീസ് ഉപയോഗിക്കുന്നുണ്ടെന്ന് ഇവർ തന്നെയാണ് വന്ന് പറയുന്നത്. ഇവരെ റൂമിൽ പുറത്ത് അല്ല, റൂമിൽ വെച്ച് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞതാണ് പ്രശ്നമായെന്നാണ് പറയുന്നത്. അപ്പോൾ റൂമിൽ വെച്ച് ഉപയോഗിച്ചുകൊണ്ടല്ലേ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ പറയുന്ന അസ്മിന മാത്രമാണോ ഉപയോഗിക്കുന്നത്, മറ്റാരെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ, എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കളികൾ എന്നൊക്കെ അന്വേഷിച്ചേ പറ്റും. ഇനി മറ്റൊന്ന് പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്,
ഇത് മാതാപിതാക്കളോടാണ്. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഉയർന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടി ആവട്ടെ, അല്ലെങ്കിൽ നല്ല നല്ല ജോലി കാര്യങ്ങൾക്ക് വേണ്ടി ആവട്ടെ, മറ്റൊരു നാട്ടിലേക്ക് എന്ന് വെച്ചാൽ നിങ്ങളുടെ കൺമുന്നിൽ നിന്നും നിങ്ങൾ പറഞ്ഞു വിടുമ്പോൾ അവരെ നിങ്ങൾ എപ്പോഴും ഒന്ന് മോണിറ്റർ ചെയ്യണത് നല്ലതാണ്. ഇന്നത്തെ കാലമാണ്, എവിടെ എങ്ങനെ പോയി പെടുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, എൻഗേജ്മെന്റ് കഴിയുന്നേക്കാൾ മുമ്പേ ഗർഭിണിയായി എന്നൊക്കെ പറഞ്ഞിട്ട് അതും വളരെ ജയിച്ച് എന്തോ നേടിയ പോലൊക്കെയാണ് പറച്ചില്. അപ്പൊ അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന നാട്ടുകാരെയും കുടുംബക്കാരെയും മാനോ അഭിമാനമൊക്കെ ഈ പറയുന്ന മക്കളുടെ കയ്യിലാണ്. നിങ്ങൾ എത്രയൊക്കെ സമൂഹത്തിൽ എത്രയൊക്കെ അഭിമാനം കൊണ്ടു നടന്നാലും ഈ പറയുന്ന ഫസ്മിനാടെ വാപ്പന്റെ ഉസ്താദ് എന്തോണെന്നൊക്കെ പറഞ്ഞ് കേട്ടിരുന്നു മറ്റേ തൊപ്പിയുടെ വിഷയം വന്ന സമയത്ത്. പക്ഷെ ഇപ്പൊ ആ വ്യക്തിക്ക് പോലും തല ഉയർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് മോളെ കൊണ്ട്. മോളെ അത്രത്തോളം ചെയ്ത പേരുകൾ ഉണ്ടാക്കിയാണ്ട് മോളിപ്പോ ഈ പറയുന്ന എല്ലാ തരം കാണിച്ചിട്ടും ഇടയ്ക്കിടയ്ക്ക് അൽഹംദുലില്ലാഹി മിന്നാഹില്ലാഹി എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് പടച്ചോനെ വിളിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഫ്ലോക്ക് വിളിച്ച് പോകുന്നതാണോ എന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായിട്ട് ആ വിഷയത്തെ സാധൂകരിക്കാൻ വേണ്ടി ചെയ്യുന്ന വീഡിയോസിൽ മാത്രം തട്ടിട്ട് വന്നിരിക്കുക, അല്ലെങ്കിൽ അടങ്ങി ഒതുങ്ങി ഒരു നല്ലൊരു കുട്ടിയെ പോലെ വന്നിരിക്കുന്നത് അല്ലാതെ ബാക്കി ഒരെണ്ണത്തിലും ഈ പറയുന്ന പെൺകുട്ടിക്ക് ഒരു അച്ചടക്കമുള്ള പോലെ എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ തോന്നലാണ് ഞാൻ പറഞ്ഞത്. അപ്പം മാതാപിതാക്കളോട് ഇത്രയും പറയുന്നുള്ളൂ, എത്രയൊക്കെ നിങ്ങളുടെ മക്കൾക്ക് ഫ്രീഡം കൊടുത്താലും അതിലൊക്കെ ഒരു ചെറിയൊരു പിടുത്തം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നാളെ സമൂഹത്തിൻ്റെ മുന്നിൽ തല കുനിക്കാണ്ട് നടക്കാം. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലുള്ള ആൾക്കാരോട് പറയാം, നിങ്ങൾ ഇങ്ങനെയുള്ള വീഡിയോസ് കാണുമ്പോൾ ഇതിന്റെ പിന്നിൽ എന്തൊക്കെയാണ് നടക്കുന്നത്. ഇന്ന് നമ്മുടെ ഈ പറയുന്ന യുവത്വത്തിന് എന്താണ് സംഭവിക്കുന്നത്, യുവത്വത്തിന് എവിടെ നിന്നാണ് ഈ ലഹരി കിട്ടുന്നത് എന്നൊക്കെ ഒന്ന് അന്വേഷിക്കാൻ കഴിയുകയായിരുന്നെങ്കിൽ അത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നും പോയി പെടാത്ത അല്ലെങ്കിൽ